തിരുവചന ആരാധനയും വചനപ്രഘോഷണവുമാണ്. അത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പോയിട്ടുള്ളവരെ, അവരുടെ ഉടമ്പടിയോടുള്ള അവരുടെ വിശ്വസ്തത അത് നിലനിർത്തുന്നതിനാവശ്യമായ ദൈവികമായ കാരണങ്ങൾ, വിശ്വസ്തയുടെ വചന പശ്ചാത്തലങ്ങൾ, വിശ്വസ്തയുടെ യേശു മാതൃക, വിശ്വസ്തയുടെ മരിയം മാതൃക. എപ്പോഴും മരിയൻ ഉടമ്പടി ധ്യാനത്തിലും മരിയം മാതൃകയാണ് പ്രാധാന്യത്തിൽ പറയണത്. കാരണം അഭിവന്ദ്യ പിതാവ് ജെയിംസ് ആനവറമ്പൽ തിരുമേനി കഴിഞ്ഞ ദിവസം ആദ്യ ചൊവ്വാഴ്ച ഇവിടെ കുർബാന അർപ്പിച്ചപ്പോൾ പറഞ്ഞത് ഇതൊരു വിശേഷ മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ വരുന്ന എല്ലാ ദേവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട, അത് വെറുതെ പ്രത്യക്ഷപ്പെട്ടതല്ല, സമയഘടികാരം നെഞ്ചിൽ കാണിച്ചുകൊണ്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. സമയം ഇവിടെ ആരാധനയുടെ പ്രധാനപ്പെട്ട വിഷയമാണ്. അന്നു മുതലാണ് ഉടമ്പടി അമ്മ തന്നത് 2015 അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യക്ഷീകരണമാണ്. മറിയത്തിൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ തലങ്ങളെ, അതിലേറ്റവും വലിയ പ്രാർത്ഥനയാണ് നമുക്ക് ലഭിച്ച ഉടമ്പടി പ്രാർത്ഥന എന്ന് പറയുന്നത്. ഉടമ്പടി പ്രാർത്ഥന ഈ ആഴ്ചയിൽ, ഓരോ ആഴ്ചയിലും, മാസമല്ല, ഒരു മാസം ചിലപ്പോൾ 5000 പേര് വരെ ഉടമ്പടി എടുക്കും. ലോകത്തിലുള്ള വ്യത്യസ്തമായ ഇടങ്ങളിൽ മലയാളികളും അല്ലാത്തവരുമായി വന്ന് ഇന്ന് ആശ്രയിക്കുന്ന മനുഷ്യൻ, ഈ ഭയങ്കരമായ സങ്കടകാലത്ത് ആശ്രയിക്കുന്ന ഒരു ഇടമാണിത്. ഇന്ന് നമ്മൾ ഈ സാക്ഷ്യം കേട്ടാൽ നിങ്ങൾ തീർച്ചയായും ഒരു വിശ്വാസിയായി മാറും. കാര്യം അത് അവിശ്വാസികളെ ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ സാക്ഷ്യമാണ്. അതെന്താ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഡോക്ടർ അവരോട് പറഞ്ഞു, ഇനി ഈ ജന്മത്ത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടത്തില്ല, ഈ ജന്മത്ത്. അതവർ ഇന്നത്തെ സാക്ഷ്യത്തെ പറയുന്നുണ്ട് അവർ. അപ്പോൾ അവർക്കത് തീർച്ചയായിട്ടും ഒരു കുഞ്ഞ് വേണമെന്നുള്ള ആഗ്രഹം പൂർണ്ണമായിട്ടും മനുഷ്യൻ്റെ ശാസ്ത്രമാർഗങ്ങൾ പൂർണ്ണമായി ആ പ്രത്യാശയുടെ വാതിൽ അടച്ചിരിക്കുക. ആ പ്രത്യാശയുടെ വാതിൽ അടച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ മനുഷ്യൻ ശാസ്ത്രത്തിൻ്റെ വാതിലടച്ചാൽ, അപ്പോൾ അതോടുകൂടി അടഞ്ഞു പോണവരുണ്ട് ജീവിതത്തിലെ. ശാസ്ത്രത്തിൻ്റെ വാതിലടച്ചാൽ അതോടുകൂടി വാതിൽ അടഞ്ഞു പോണവരുണ്ട്. പക്ഷേ വിശ്വാസിയുടെ വാതിൽ ഒരിക്കലും അടയ്ക്കപ്പെടത്തില്ല. ഈ സ്ത്രീയുടെ അമ്മ അവരോട് പറയും, ഏതായാലും നീ ഒന്ന് കൃപാസനത്ത് ചെല്ല്, അവിടെ വരെയെങ്കിലും ഒന്ന് ചെല്ല് എന്നാ പറയണത്. എന്താ കാര്യം? അവിടെ അമ്മ അടഞ്ഞുപോയ വാതിലുകളെ അനേകായിരങ്ങൾക്ക് തുറക്കുന്ന സാക്ഷ്യങ്ങൾ നമുക്ക് ഒരു മുട്ടിപ്പില്ലാതെ ഇങ്ങനെ. കാര്യം എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ കോവിഡുണ്ട്, പക്ഷെ സാക്ഷ്യത്തിൻ്റെ വാതിൽ ഒരിക്കലും അടച്ചിട്ടില്ല. ഞങ്ങൾക്കൊരു 100-200 സാക്ഷ്യങ്ങൾ ഇപ്പോഴും നമ്മൾക്കത് പോസ്റ്റ് ചെയ്യാനുണ്ട്. 200 സാക്ഷ്യങ്ങൾ, അത് എ ഗ്രേഡ് സാക്ഷ്യങ്ങളാണ്. ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ കിട്ടിയാലും അതിൽ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള സാക്ഷ്യങ്ങളാണ് ഏതെങ്കിലും കാര്യങ്ങൾ, ഉടമ്പടിയുടെ വിശ്വസ്തതയോ അല്ലെങ്കിൽ ഉടമ്പടിയുടെ സമയത്തിലുള്ള ഇടപെടലോ ഒക്കെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒറ്റ സാക്ഷ്യം മതി നിങ്ങൾ വിശ്വസിക്കാൻ. അതാണ് ഹെഡിങ്, അതാണ് ഈ ഒറ്റ സാക്ഷ്യം മതി നിങ്ങൾ വിശ്വസിക്കാൻ. എന്താണ് സാക്ഷ്യത്തിൻ്റെ പേര്? ആ സാക്ഷ്യത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ 13 വർഷമായിട്ട് അവർക്ക് മക്കളില്ല. അതാണ്. അപ്പോൾ അവർ പറയണത് കേരളത്തിലുള്ള മുഴുവൻ ആശുപത്രികളിലെ
ഞാൻ പോയതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭാവാത്മകമായ അലങ്കാരികമായ പറച്ചിലാണ്. അതായത് മാക്സിമം അവർ പോയെന്നതിൻ്റെ അർത്ഥം. പക്ഷേ എന്ത് പറ്റി? അവസാനം അവരെ ചികിത്സ ഡോക്ടർ പറയും നിങ്ങൾക്ക് യാതൊരു സാധ്യതയുമില്ല ഒരു കുഞ്ഞിനെ കിട്ടാൻ എന്ന് പറയുമ്പോൾ ശാസ്ത്രം അതിൻ്റെ വാതിൽ, അതായത് ശാസ്ത്രത്തിന് ഇപ്പോൾ വരെയുള്ള അറിവ് ഇവിടെ വച്ച് തീരുകയാണ്. പക്ഷേ അപ്പോഴും ഒരു വാതിൽ തുറക്കുന്നത് ആരാണ്? ഒരു വിശ്വാസിയാണ് വാതിൽ തുറക്കുന്നത്. ആര്? അമ്മ എന്താ പറയണത് ഈ മകളോട്? നീ ഇനി കൃപാസനം വരെയെങ്കിലും ഒന്ന് പോവുക. കാര്യം അവളത് മടുത്തേ, വൈകിപ്പോകുന്നവർ മടുത്തു പോകും. വൈകിപ്പോകുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. എന്തെങ്കിലും വിഷയം വൈകിയാൽ പിന്നെ നമുക്ക് ഉണ്ടാകണത് എന്താണ്? മടുപ്പാണ്, അല്ലേ? ഇപ്പം പല ആശുപത്രികളിൽ പോയി, ഇനി എല്ലായിടത്തും പോയി, ഇനി എവിടെ പോകാനാണെന്ന് പറഞ്ഞാൽ മടുപ്പാണ്. വൈകിപ്പോയാൽ മടുപ്പുണ്ടാകും. അതുപോലെ തന്നെ ചിലപ്പോഴും നേരത്തെ ആയാൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് സ്വീകരിക്കാനുള്ള റിസെപ്റ്റിവിറ്റിയും ഉണ്ടാകത്തില്ല. ഇങ്ങനെ സമയത്തിന് രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. എന്താണ്? ചിലപ്പോൾ വൈകിപ്പോവും, ചിലപ്പോൾ നേരത്തെ ആകും. ഇപ്പം സമയം വൈകിപ്പോയാലും ആ സമയത്ത് സംഭവിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരണതാണ്. ഇപ്പം അപ്പോസ്തലന്മാർ എന്താ, ഈ മർക്കോസിൻ്റെ സുവിശേഷമില്ലേ 6-ാം അധ്യായത്തിൽ, അപ്പം ഇതൊരു വിജനപ്രദേശമാണ്. നേരവും സമയവും വൈകി. അപ്പോൾ അവിടെ എന്ത് പറ്റി? സമയം വൈകിപ്പോയി. ഇതൊരു വിജനപ്രദേശമാണ്, സമയവും വൈകി. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതൊരു വിജന പ്രദേശമാണല്ലോ, സമയവും വൈകിയിരിക്കുന്നു. സമയത്തിനൊരു പ്രശ്നം അതാണ്. എന്താണ്? വൈകും. ഇപ്പം ഈ ചേച്ചിയുടെ വിഷയം എന്താണ്? സമയം വൈകിപ്പോയി. ഇപ്പം 38 വർഷമായിട്ട് വിവാഹം നടക്കാത്ത ആൾക്കാരില്ലേ? ഇവിടെ 50 വർഷമായിട്ട് വിവാഹം നടത്താക്കാത്ത ആൾക്കാരെ അമ്മ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം സമയം വൈകിയെന്ന് പറഞ്ഞ സംഭവം കർത്താവിൻ്റെ പരിഗണനയിലില്ല. സമയം വൈകി. ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ഓർക്കണം, ഇതൊരു വിജനപ്രദേശമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സഹായിക്കാൻ ആരുമില്ല ഇവിടെ. വിജനപ്രദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടകമ്പോളങ്ങളൊന്നുമില്ല, ഭക്ഷണം കൊടുക്കാൻ മാർഗമില്ല, അപ്പോൾ സഹായിക്കാൻ ആരുമില്ല. ഇപ്പം നമ്മുടെ ജീവിതത്തിലും സഹായിക്കാൻ ആരുമില്ല എന്ന് പറയുന്നൊരു നിമിഷം വരണം. നമ്മുടെ ജീവിതത്തിലും സഹായിക്കാൻ ആരുമില്ല എന്ന് പറയുന്ന ഒരു നിമിഷം വരും. അതിനാണ് വിജനപ്രദേശം എന്ന് പറയുന്നത്. ആരുമില്ലാത്ത അവസ്ഥ. ഇതൊരു വിജനപ്രദേശമാണ്. പിന്നെ എന്താ സംഭവിക്കുന്നത്? രണ്ട് കാര്യം. ഒരു മനുഷ്യന് പ്രതികൂലമാകാൻ സാധ്യതയുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സ്ഥലം പ്രതികൂലമാകും. നമ്മൾ നിൽക്കുന്ന ഇടം പ്രതികൂലമായി മാറും. അതെല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ വന്നിട്ട് അച്ഛാ എങ്ങനെയെങ്കിലും ഒരു ട്രാൻസ്ഫർ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പറയാം. എന്താണ്? അവിടെ സ്ഥലം പ്രതികൂലമായി മാറി. അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ അവസ്ഥ പ്രതികൂലമായി. പിള്ളേർ കശപിശ കുട്ടി, എന്തുമാത്രം ഭാര്യമാരാണെന്നറിയുക ഭർത്താക്കന്മാരെ വിളിച്ചു വരുത്തി വീട്ടിൽ നിർത്തിയിരിക്കുന്നത്. എന്താണ്? മക്കളുടെ കലപില കൂടിയത് കാരണം, കശപിശ കൂടിയത് കാരണം പെൺമക്കൾ വേറെ ചില തെറ്റായ ബന്ധങ്ങളിലൊക്കെ ചെന്നിട്ട് അമ്മ പറയണത് കേൾക്കാതിരിക്കുന്നൊരവസ്ഥ വന്നപ്പോൾ അമ്മയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ നിങ്ങൾ ഈ നശിച്ച ജോലി അവസാനിപ്പിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുക, അല്ലെ പിള്ളേരും ചീത്തയിൽ പോകും. അപ്പം നമ്മുടെ സ്ഥലം എന്ത് പറ്റും? നമ്മുടെ സ്ഥലം പ്രതികൂലമായി മാറും. മക്കളെ, അപ്പം തന്നെ പക്ഷേ ദൈവഹിതം അറിയണം. നമ്മൾ ഭാര്യ പറഞ്ഞെന്ന് പറഞ്ഞ് കെട്ടിയെടുത്ത് ഇങ്ങോട്ട് പോരരുത്, അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞെന്ന് പറഞ്ഞ് കെട്ടിയെടുത്ത് പോരരുത്. ഈ വിഷയത്തിലെല്ലാം ദൈവഹിതമുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും ദൈവഹിതം തിരക്കുന്ന ആളാണ് നീ എന്ന് വിചാരിച്ചോ? എല്ലാ വിഷയങ്ങൾക്കും ദൈവഹിതം തിരക്കുന്ന ആളാണ് നീ എങ്കിൽ ദൈവഹിതം നിനക്ക് വെളിപ്പെടും. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങൾ എനിക്ക് 4 രോഗങ്ങൾ ഒരുമിച്ച് വന്നു. ഞാൻ കിടപ്പായിപ്പോയി. അതെ ക്രിസ്മസിൻ്റെ നല്ല സീസണിൽ കിടപ്പായിപ്പോയി.
അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇങ്ങനെയാണെങ്കിൽ ഉടമ്പടി എടുക്കുകയല്ലേ നല്ലത്. ഉടമ്പടി കാര്യം നമ്മളെ കയ്യിൽ നിന്ന് സാധനം വിട്ടുപോയി. പക്ഷെ എൻ്റെ പ്രാർത്ഥനയ്ക്കോ അതുപോലെ തന്നെ വചന വായനയ്ക്കോ ഒരു കുഴപ്പമുണ്ടായില്ല. അത് മുമ്പത്തൊക്കെ ഭംഗിയായിട്ട് നടന്നെങ്കിലും ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ ഉടമ്പടി എടുക്കുന്നതായിരിക്കുന്നതല്ല. അപ്പോൾ ഉടമ്പടി അമ്മ എനിക്കാണ് വെളിപ്പെടുത്തിയത്. അപ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും ഞാൻ ഉടമ്പടി എടുക്കരുതെന്ന് പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. കാര്യം ഉടമ്പടി എടുക്കണം എന്ന് പറയുമ്പോൾ ഒരു വിഷയം നടക്കാൻ വേണ്ടി നമുക്ക് ലഭ്യമാകുന്ന അവസാനത്തെ സാധ്യത വരെ നമ്മൾ ദൈവത്തിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു വിഷയമാണ്. നിക്കക്കളിയില്ലാത്ത അവസ്ഥ. പക്ഷേ ഞാൻ ഇത്രയും സുവിശേഷം പ്രസംഗിച്ചിട്ടേ എനിക്ക് നിക്കക്കളിയില്ലാത്തൊരവസ്ഥ വന്നാൽ ഞാൻ സ്വാഭാവികമായിട്ട് ഉടമ്പടിയോട്ട് പോകും. കാര്യം ഉടമ്പടി നിക്കക്കളിയില്ലാത്തതിൻ്റെ പ്രാർത്ഥനയാണ്. പക്ഷെ ഞാനതിനെന്താ അമ്മയോട് ചോദിച്ചു. ഒരു ദിവസം മുഴുവനും പ്രാർത്ഥിച്ച് അല്ലാതെ തന്നെ ആ ദിവസങ്ങളിൽ മുഴുവനും ആത്മീയമായ ക്രിസ്മസിന് മനസ്സുകൊണ്ട് ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. പക്ഷേ വചനം എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, നോ, നീ ചിന്തിക്കേണ്ടത് മാനുഷികമായിട്ടാണ്. നിനക്കുള്ളത് എന്താണ്? മനുഷ്യപുത്രൻ ശത്രുകരങ്ങളിൽ അവരെ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും. 3-ാം ദിവസം ഉയർത്തി നിൽക്കും. അപ്പോഴത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പത്രോസ് പറയുന്ന ഭാഗമുണ്ട്. ആ ഭാഗത്ത് അമ്മ എനിക്ക് തന്നിരിക്കണത്. അതുകൊണ്ട് നീ ചിന്തിക്കണത് ഇത് ഉടമ്പടി എടുത്ത് ഇത് രോഗം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തുക എന്നുള്ള നിൻ്റെ ഉദ്ദേശം മാനുഷികമാണ്, ദൈവികമല്ല എന്ന് പറയും. ഞാൻ മനസ്സൊക്കെ അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും? അങ്ങനെ വന്ന അവസ്ഥ എന്തു ചെയ്യും? നമ്മൾ അമ്മ പറഞ്ഞതുപോലെ അങ്ങ് പറയും. അമ്മ എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ നിറവേറട്ടെ. ഇതെല്ലാം ഉടമ്പടിയാണ്. ജീവിതം തന്നെ ഉടമ്പടിയാണ്. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ എൻ്റെ സഹപ്രവർത്തകർ ചിലപ്പോൾ ആ മെസ്സേജ് എടുത്താൽ അവരോട് പറയും, നീ ഉടമ്പടി എടുക്കാൻ പറയും. കാര്യം എന്താണ്? നിൻ്റെ വിശ്വാസം വിശ്വസ്തതയും വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉടമ്പടി എടുക്കാൻ പറയും. പക്ഷേ എന്നോടത് പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു, നിൻ്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമായിട്ട് പ്രാർത്ഥിച്ച് സംഭവത്തെ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ്. പക്ഷേ അതല്ല നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം. നീ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും. അത് രോഗമാകാം, ചിലപ്പോൾ മറ്റേതെങ്കിലും തരത്തിൽ കൂടെ ആകാം, പീഡിപ്പിക്കപ്പെടും. അതുപോലെ തന്നെ 3-ാം ദിവസം ഉയർത്തി നിൽക്കും. ഇപ്പോൾ അത് ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ അത് ആൾക്കാർ ശരിക്കും ആ ഭാഗം പത്രോസ് പോലും കേട്ടില്ല. 3-ാം ദിവസം ഉയർത്തി നിൽക്കും എന്നുള്ള ഭാഗമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭാഗം. പക്ഷേ അത് കേൾക്കണേക്കാൾ ഉപരി ആദ്യം കേൾക്കണത് സഹനത്തിൻ്റെ മാർഗമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം ഇപ്പം മെസ്സേജ് നമ്മൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും ദൈവം മെസ്സേജ് തരും. മെസ്സേജ് എടുത്ത് അത് നിറവേറ്റി അതനുസരിച്ച് ജീവിക്കുന്നയാളാണെന്ന് ദൈവത്തിന് ബോധ്യം വരണം. അവിടെ പ്രശ്നം. അല്ലാതെ മെസ്സേജിനൊരു പ്രശ്നമല്ല. അതായത് നീ ഇപ്പം മെസ്സേജ് എടുക്കണ ഓരോ വിഷയത്തിനും ദൈവം വചനത്തിലൂടെ അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെ അല്ലെങ്കിൽ ദർശനത്തിലൂടെ ഒക്കെ നമുക്ക് സന്ദേശം തന്നുകൊണ്ടിരിക്കും. കാരണം ദൈവരാജ്യത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവരാജ്യം എന്താണെന്നറിയണം, അതിൽ ദൈവഹിതം എന്താണെന്നറിയണം. അല്ലെങ്കിൽ മാനുഷികമായ ഇഷ്ടം നിറവേറിയത്. ഇപ്പോൾ വൈഫ് പറഞ്ഞു, പിള്ളേരൊക്കെ ലൈനടിച്ച് ചുമ്മാ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വന്നില്ലെങ്കിൽ കണ്ടവൻ്റെ പുറകെ ഇതൊക്കെ ഇറങ്ങിപ്പോകും, അതിൽ എന്നെ കുറ്റം പറയരുത്, നിങ്ങൾ എളുപ്പം രാജിവെച്ച് വരാൻ പറയും. അപ്പോൾ അത് വൈഫ് അത്രയും പ്രയാസം അനുഭവിച്ചിട്ടാണ് ഈ മക്കളെ കൊണ്ട്. കാര്യം അവരെല്ലാ സമയത്തും ഇങ്ങനെ മൊബൈൽ നോക്കിയിരിക്കുമ്പോൾ നമുക്കറിയാം അവരുടെയൊക്കെ ചിരിയും കളിയൊക്കെ കാണുമ്പോൾ അറിയാം ഇത് വേറെ എന്തോ കേസ് കെട്ടാണ്. ദൈവമേ, നശിച്ച പ്രാർത്ഥനയുമില്ല, അതിനെയല്ല വിശ്വാസവിരുദ്ധമായ ബന്ധങ്ങളിലാണ് ചെന്ന് തടിയെങ്കിൽ അവർ കുടുംബ പ്രാർത്ഥന മുട്ടുകുത്തത്തില്ല. ഇങ്ങനെ പലതരത്തിലുള്ള പൈശാചിക തിന്മകൾ കുടുംബത്തിലേക്ക് വരുമ്പോൾ ജീവിത പങ്കാളികൾ വിഷമിച്ചു പോകും. നിങ്ങൾ എളുപ്പം വരാൻ പറയും. പക്ഷേ ഒരു കാര്യമുണ്ട്. എന്താണ്? നീ ഒരു വിഷയത്തിനെ സംബന്ധിച്ച് സംഘർഷമാകുമ്പോഴേ, നിൻ്റെ സമയം അല്ലെങ്കിൽ നിൻ്റെ സ്ഥലം പ്രതികൂലമാകുമ്പോൾ ആദ്യം വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ സഹപ്രവർത്തകർ പറയണതല്ല നീ കേൾക്കേണ്ടത്. ആദ്യം നീ കർത്താവ് എന്ത് പറയണമെന്ന് കേൾക്കണം. കർത്താവ് എന്ത് പറയണമെന്ന് കേൾക്കണമെങ്കിലേ ഇങ്ങനെ പെരക്കത്ത് പിടിക്കുമ്പോൾ ഫയർ എഞ്ചിനെ വിളിക്കണ പോലെയുള്ള വിളിച്ചാൽ നടക്കത്തില്ല. നിരന്തരം കർത്താവിൻ്റെ കൂടെ ആയിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ
നീ സൂക്ഷിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോഴേ നിന്നെ വിളിച്ച് കരയുന്നതിന് പകരം എല്ലാ കാലാവസ്ഥകളിലും നിന്നോടൊപ്പം ചേർന്ന് നിന്നെ വിശ്വസിച്ച് നിന്നിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ എന്നെ ഒരുക്കണമേ. ശ്രദ്ധിക്കട്ടെ. ജീവിത പ്രതികൂല പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സമയം വൈകിട്ടില്ല. എന്താണ് കാരണം? ഇപ്പം നമ്മൾ 6:35 മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 6:35 നമ്മൾ വായിച്ചത് എന്താണ്? ഇതൊരു വിജനപ്രദേശമാണ്, സമയവും വൈകിയിരിക്കുന്നു. പക്ഷേ നമുക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. ഈശോ അപ്പം വർദ്ധിപ്പിച്ചു, 5 അപ്പം 5000 പേർക്കായി ഭാഗിച്ചു. അപ്പോഴെന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഈ വൈകിയ സമയം വൈകാത്ത പോലെ അവർക്ക് അനുഭവപ്പെട്ടു. അതെന്ത് വെളിച്ചത്തിലാണ്? കർത്താവിൻ്റെ സാന്നിധ്യമാണ്. നിൻ്റെ സമയം വൈകിയോ നേരത്തെയായോ എന്ന് നിശ്ചയിക്കുന്നത് ആരാണ്? ക്രിസ്തുവാണ്, നിൻ്റെ കർത്താവാണ്. ഇപ്പം ക്രിസ്തു നിൻ്റെ പക്ഷത്താണെങ്കിലേ ഒരു സമയത്തിനും നിനക്കെതിരെ നിൽക്കാൻ പറ്റത്തില്ല. പൗലോസ് അപ്പോസ്തലൻ ചോദിക്കണില്ലേ 8:32 റോമാലേഖനം, കർത്താവ് നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കുമെന്നാണ്. പക്ഷേ ആര് മാത്രമല്ല, എന്ത് നമുക്കെതിരെ നിൽക്കുമെന്ന് നമുക്ക് ചോദിക്കാം. കർത്താവ് നമ്മുടെ പക്ഷത്താണെങ്കിൽ എന്ത് നമുക്കെതിരെ നിൽക്കും എന്ന് വെച്ചാൽ സമയമോ നമുക്കെതിരെ നിൽക്കത്തില്ല. കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമയം വൈകിട്ടില്ല. ദൈവവേദലേ, കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമയം നേരത്തെയും ആയിട്ടില്ല. കാര്യം എന്താണ്? വൈകിയതും വൈകിപ്പിക്കാത്തത് കർത്താവായ ദൈവമാണ്. പക്ഷേ എപ്പോഴും നമ്മൾ സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്ന ഒരു സത്യമുണ്ട്. അതായത് നേരത്തെ ആയാൽ, ഇപ്പോൾ യോഹന്നാൻ 2:3 നമ്മൾ അത് ഉടമ്പടി വചനമുണ്ട്. എന്താണ്? എൻ്റെ സമയം ഇനിയും സമാഗതം ആയിട്ടില്ല. യോഹന്നാൻ 2:3 എന്താ വായിക്കണത്? എൻ്റെ സമയം ഇനിയും സമാഗതം ആയിട്ടില്ല. അപ്പോൾ ആയിട്ടില്ല, സമയം ആയിട്ടില്ലെന്ന് പറഞ്ഞാലും സമയം നേരത്തെ ആണെന്ന് പറഞ്ഞാലും അത് ക്രമീകരിക്കുന്നത് ആരാണ്? ഈശോയാണ്. പക്ഷേ നമുക്കൊരു സത്യം മനസ്സിലായി. എന്താണ്? പരിശുദ്ധ അമ്മയുണ്ടെങ്കിൽ ശക്തമായൊരു മാധ്യസ്ഥം അവിടെ കിട്ടുമെന്ന്. വൈകിപ്പോയ സമയത്തിന് ശക്തമായൊരു മാധ്യസ്ഥം. ഇപ്പം 13 വർഷമായി അവർക്ക് മക്കളില്ല. വന്നപ്പോൾ എന്ത് സംഭവിച്ചത്? അവരിവിടെ വന്ന് അവരോട് പറഞ്ഞു, ഇനി ഞാൻ കേരളത്തിൽ എനിക്ക് പോകാൻ ആശുപത്രിയില്ല എന്നാ പറഞ്ഞിരിക്കണേ. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിൽ കുറേ ആൾക്കാരങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിലയം വിളിച്ചിരിക്കണം കണ്ടപ്പോൾ ഇവിടെ വിളിച്ചു, എന്താ പറ്റും മോളെ? എനിക്ക് 13 വർഷമായിട്ട് മക്കളില്ല. അപ്പോൾ നീ പോയിക്കോ, കർത്താവ് നിനക്ക് കുഞ്ഞിനെ തരും. ഒറ്റ വാക്കാണ്. ആ 1 മാസം അവൾ ഗർഭിണിയാവും. അതായത് അച്ഛൻ്റെ വാക്കെന്നല്ല പ്രശ്നം. ഞാനൊരു വാക്ക് പറയുമ്പോൾ ആരെ ആശ്രയിച്ചാണ് അത് പറയണത്? കർത്താവിനെ ആശ്രയിച്ചാണ്. അതാണ് ഞാൻ ഈ ഒറ്റ സാക്ഷ്യം കേട്ടാൽ മതി, ഏതവിശ്വാസിയും വിശ്വാസിയാകുന്നു. എന്താ കാര്യം? ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ഞാൻ ആ വാക്ക് പറയണത് എൻ്റെ വാക്കിൻ്റെ മധ്യസ്ഥ ആരാണ്? പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് യേശുനാമത്തിൽ പറയണത്. അങ്ങനെ ആര് ഞാൻ തന്നെയല്ല, ആര് അഭിഷിക്തരാകാം, അഭിഷിക്തരല്ലാത്തവരാകാം. നീ കടുത്ത വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവനാമത്തിൽ പറഞ്ഞാൽ വിശ്വസിക്കുന്നവരുടെ കൂടെ എന്നല്ല പറയണത്, ഈ അടയാളമുണ്ടായിരിക്കുമെന്ന്. വിശ്വസിക്കുന്ന കൂടെ ഉണ്ടാകുന്ന ഒരു വിഷയം എന്താണ്? അടയാളമാണ്. ഇപ്പോൾ 16:17 മർക്കോസിൻ്റെ സുവിശേഷം, വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളമുണ്ടാകും. അപ്പോൾ വിശ്വസിക്കുന്ന കൂടെ എപ്പോഴും അടയാളമുണ്ടാകും. ഒരാളുടെ ജീവിതത്തിൽ അടയാളമില്ലെങ്കിൽ വിശ്വാസിയാണോ അല്ല എന്ന് ഒരു സംശയം ഉണ്ടാകും. കാര്യം എന്താണ്? വിശ്വാസിയുടെ കൂടെ അടയാളമുണ്ടാകും.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞാൻ അങ്ങയുടെ വിശ്വാസിയായി തുടരുകയാണ്. എൻ്റെ ജീവിതത്തിലും അടയാളങ്ങൾ ലഭിച്ചുകൊണ്ട് എൻ്റെ വിശ്വാസത്തെ നീ അടയാളങ്ങളാൽ സ്ഥിരീകരിക്കണമേ. ഓ കർത്താവേ, എൻ്റെ വിശ്വാസത്തെ നീ അടയാളങ്ങളാൽ സ്ഥിരീകരിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, എൻ്റെ വിശ്വാസത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, എൻ്റെ വിശ്വാസത്തെ മൗത്രീകരിക്കണമേ, വർദ്ധിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അതായത് നമ്മൾക്ക് വൈ മരിയൻ മീഡിയേഷൻ, എന്തുകൊണ്ട് നമ്മൾ മരിയൻ മാധ്യസ്ഥത്തിലെ അഭയം പ്രാപിക്കണം. ഇപ്പം എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ ബേസിക്കലി ഒരു കാത്തലിക് പ്രീസ്റ്റാണ്. പക്ഷേ ഫണ്ടമെൻ്റലി ഞാനൊരു റാഡിക്കൽ മരിയൻ ഇവാഞ്ചലിസ്റ്റാണ്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ധ്യാനിച്ചുകൊണ്ടിരുന്ന വിഷയം ഇതാണ്, റാഡിക്കൽ മരിയൻ ഇവാഞ്ചലിസ്റ്റാണ്. പക്ഷേ സാധാരണ ഇവാഞ്ചലിസ്റ്റ് അല്ല, റാഡിക്കൽ മരിയൻ ഇവാഞ്ചലിസ്റ്റ് എന്ന് വെച്ചാൽ അമ്മ വഴികെ അമ്മയുടെ മാതൃക, അമ്മയുടെ നിലപാട്, ഓരോ വിഷയങ്ങളിലുമുള്ള അമ്മയുടെ ജ്ഞാനം, ഇതെല്ലാം എങ്ങനെയാണ്, എന്തിനാണ്, എപ്പോഴാണ് സംഭവിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ വളരെ കരുതലോടുകൂടി ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചുകൊണ്ട് അതെപ്പോഴും അനുകരിക്കാനും മറ്റുള്ളവരോട് അനുകരിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ എപ്പോഴും ഒരു ഫ്രെയിം വർക്ക് കൊടുക്കുന്നതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അതാണ് ഞാൻ പറഞ്ഞ റാഡിക്കൽ മരിയൻ ഇവാഞ്ചലിസ്റ്റ് എന്ന്. ഞാൻ എപ്പോഴും അമ്മയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഓരോ വിഷയവും കിട്ടണത് നിങ്ങൾക്ക് കൂടി യോജിക്കുന്ന കാര്യമില്ല, നിങ്ങളോട് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാ അമ്മയുടെ ഏറ്റവും വലിയ ഗുണം എന്താ? നമുക്ക് ഈശോനെ അറിയാവോ? പൂർണ്ണമായിട്ട് അറിയാവോ? എനിക്ക് 4 വയസ്സ് മുതൽ ഞാൻ ഈശോൻ്റെ കൂടെ നടക്കുന്നതാണ്. ഓർമ്മയിലും പഠനത്തിലും പ്രാർത്ഥനയിലും ജീവിതത്തിലും ശുശ്രൂഷയിലും എല്ലാം. ഇപ്പോഴും നമുക്കറിയാം 1% പോലും കർത്താവിനെ അറിയാൻ പറ്റത്തില്ല. എങ്ങനെയാ നമുക്ക് 1% പോലും ഈശോയെ അറിയാൻ പറ്റത്തില്ല. പൗലോസ് അപ്പോസ്തലൻ ചോദിച്ചില്ല, അറിയാത്തത് എങ്ങനെ പ്രസംഗിക്കുമെന്ന്? പ്രസംഗിക്കാൻ പറ്റത്തില്ല. അറിയാവുന്ന 1% നിന്ന് ഞാനീ പ്രസംഗിക്കണം. പക്ഷെ എൻ്റെ കൂടെ ഒരാളുണ്ട്. ആരാണ്? അമ്മ. അമ്മയുടെ ഗുണം എന്താ? അതാണ് അമ്മയെ വൈ മരിയൻ മീഡിയേഷൻ. എന്താ കാര്യം? ഇപ്പോൾ ഈശോയെ അമ്മയ്ക്ക് പൂർണ്ണമായിട്ടറിയാം. ദാറ്റ്സ് മതി. വീടില്ലേ നമ്മളെ ടാഗ് ചെയ്യാണ്. മരിയ സ്പിരിച്വാലിറ്റിയുമായിട്ട് നമ്മുടെ സ്പിരിച്വാലിറ്റി ടാഗ് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താണ്? നമ്മൾക്ക് ഈശോനെ അറിയത്തില്ല, അറിയാനുള്ള കപ്പാസിറ്റി നമുക്കില്ല. അതൊക്കെ മേലല്ലേ ഈശോ. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, അമ്മയ്ക്ക് ഈശോനെ അറിയാം. കാര്യം മനസ്സിലായില്ലേ? ഈശോനെ അറിയാവുന്ന, പൂർണ്ണമായിട്ടറിയാവുന്ന അമ്മയോടുകൂടി നമ്മൾ അമ്മയുടെ കരം നമ്മൾ ഗ്രഹിക്കുന്നു, അമ്മയുടെ വഴികൾ നമ്മൾ തേടുന്നു, അമ്മയുടെ സമീപനം നമ്മൾ നോക്കുന്നു. ഇതെല്ലാം നോക്കി കഴിയുമ്പോൾ ഈശോനെ പൂർണ്ണമായിട്ടറിയാവുന്ന അമ്മ നമ്മുടെ മാതൃകയും മാധ്യസ്ഥമാകുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് എന്താണ്? അമ്മയുടെ അനന്തജ്ഞാനത്തിൽ നമ്മൾക്ക് ഓഹരി കിട്ടുകയാണ്. ഇപ്പം ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 6:6 എന്താ എഴുതിയിരിക്കണത്? എന്ത് ചെയ്യണമെന്ന് അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് സംഭവം. അപ്പം പറഞ്ഞ വിഷയമാണ്. മറ്റ് സഹോദരങ്ങൾ പറയുന്നുണ്ട്, എന്താണ് വിജനപ്രദേശമാണ്, നേരവും വൈകി എന്നൊക്കെ പ്രാതികൂല്യങ്ങളൊക്കെ പറയുമ്പോഴും യോഹന്നാൻ എന്താ പറയണത്? 6:6 എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു എന്നാണ്. അപ്പം യേശുവിൻ്റെ രീതി എന്താണ്? എല്ലാ വിഷയങ്ങൾക്കും, ഇപ്പം മുല്ലപ്പെരിയാർ ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാൽ പോലും കർത്താവിൻ്റെ മുമ്പിൽ അതിനൊരു പ്രതിവിധിയുണ്ട്. കേരള സഭയാണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവിനെ അറിയാത്തവരെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കേരള സഭ മറ്റു പല വിഷയങ്ങൾക്കും വിവാദ വിഷയങ്ങളും തലയൂരിക്കൊണ്ട് മര്യാദക്ക് മുട്ടയെന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ
ഈ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്ന് ഈശോയ്ക്കറിയാം. ഈശോ അത് ചെയ്തിരിക്കും. ഞാനും എൻ്റെ ജീവിതത്തിലൊക്കെ പല വിഷയം വരുമ്പോഴേ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോണ പോലെ തോന്നിയാൽ ഞാൻ പിന്നെ അത് ആരോടും പറയത്തില്ല, ദൈവത്തോട് മാത്രമേ പറയത്തുള്ളൂ. എന്തിനാണ് കാര്യം? ചില വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഘർഷാത്മകമായിട്ട് വരണതേ നാട്ടുകാരോടൊക്കെ ഇങ്ങനെ വിളമ്പിക്കൊടുക്കാനൊന്നുമല്ല, ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നീ ഒറ്റയ്ക്ക് വരാൻ വേണ്ടിയാണ്. നീ ചിലപ്പോൾ അപ്പനോട് പറയും, അമ്മയോട് പറയും, സഹോദരനോട് പറയും, ബിഷപ്പിനോട് പറയും, നാട്ടുകാരോട് പറയും, പാർട്ടിക്കാരോട് പറയും, സഹോദരോട് ഒരു കഥയുമില്ല. കഥയില്ലെന്നല്ല, ഒരു പരിധി വരെയൊക്കെ അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. ആ സഹായം ചിലപ്പോൾ നമുക്ക് ഈ സമയത്ത് അത്രയും സഹായം പോരാണ്ട് വരും. അപ്പം അങ്ങനെ ഒരു വിഷയമാണെന്ന് കണ്ടാൽ നീ എന്ത് ചെയ്യണം? നീ പൂർണ്ണമായിട്ട് എല്ലാ കണക്ഷൻസും ഓഫ് ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് മാത്രം ഇരിക്കണം. പക്ഷേ അമ്മ മാധ്യസ്ഥയാണെങ്കിൽ നീ രക്ഷപ്പെട്ടു. എന്താ കാര്യം? നീ ദൈവതിരുസന്നിധി എത്ര കണ്ട് തേറിയാലും നിൻ്റെ തേറ്റത്തിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷെ അമ്മ നിനക്ക് മധ്യസ്ഥം വഹിച്ചാലോ എല്ലാം ക്ലിയറായി. എന്താ കാര്യം? അമ്മയുടെ സ്വാധീനം. ഇപ്പം തന്നെ ഈ കാനായിലെ കല്യാണത്തിൽ ഈശോയ്ക്ക് അമ്മയ്ക്കറിയാവുന്നൊരു അറിവുണ്ട്. എന്താ കാര്യം? ഇപ്പം ഈ യോഹന്നാൻ 6:6 എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു പറയും. ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് നേരത്തെ യേശുവിന് അറിയാമെന്ന് അമ്മയ്ക്കറിയാം. അതാണ് അമ്മ പെട്ടെന്ന് റഷ് ചെയ്യാൻ കാരണം. ഇത് അപ്പോസ്തലന്മാരറിയാൻ കുറച്ച് സമയമെടുത്തു. എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു എന്നുള്ളത് യോഹന്നാൻ പറയുന്നത്. കാനായിൽ സംഭവിക്കണത് എന്താണ്? അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യണമെന്ന് യേശുവിന് നേരത്തെ അറിയാമെന്ന് പരിശുദ്ധ അമ്മയ്ക്കറിയാവുന്നത് കൊണ്ടാണ് അമ്മ യേശുവിൻ്റെ അടുത്തേക്ക് ആ സമയത്ത് സമയം കളയാതെ റഷ് ചെയ്യാൻ കാരണം. ഇതാണ് അമ്മ എന്ന് വെച്ചാൽ യേശുവിനെ മാക്സിമം അറിയാവുന്ന ആൾ. എപ്പോഴും ഏത് തരത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം, ഈ വിഷയത്തിന് എന്താണൊരു സമാധാനമെന്ന് യേശുവിന് നേരത്തെയുള്ള അറിവ് നമുക്ക് അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ അമ്മയാണ് ഒരു മധ്യസ്ഥം. അമ്മയുടെ നാമം മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പം ആകാശത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യന് രക്ഷ നൽകാൻ ഒരേ ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ. ആ നാമത്തോട് മധ്യസ്ഥം വഹിക്കാൻ ഒരേ ഒരു നാമമേ നൽകപ്പെട്ടുള്ളൂ. അത് മറിയത്തിൻ്റെ നാമമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട ഏക നാമം യേശു നാമമാണെങ്കിൽ ഈശോയെ ഏക മധ്യസ്ഥ പരിശുദ്ധയാണ് ഉറച്ചു വിശ്വസിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ശക്തി പകരണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. സ്തുതിക്കുന്ന കർത്താവേ, ഈ ശുശ്രൂഷ ലൈവായി കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കള് പരിശുദ്ധ പരമദിവ്യകാരുണ്യ പ്രിയമുള്ളവരെ, പിന്നെ രണ്ടാമത് എനിക്ക് എൻ്റെ സഹോദരങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് ഇപ്പോൾ ഉടമ്പടി സമയത്തിൻ്റെ പ്രാർത്ഥനയാണ് അല്ലേ? കാര്യം സമയഘടികാരവും നെഞ്ചിൽ ചേർത്തുകൊണ്ടാണ് അമ്മ കൃപാസ്ഥാനത്തറയിൽ പ്രത്യക്ഷപ്പെട്ട കാലം മുതലാണ് നമ്മുടെ സമയത്തെക്കുറിച്ച് ഇത്രയും ആഴമായിട്ട് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും സുവിശേഷം വായിക്കുമ്പോഴും പഴയ നിയമം വായിക്കുമ്പോഴും ഒക്കെ സമയത്തെക്കുറിച്ച് കൂടുതൽ ആലോചിക്കും. കാര്യം നമ്മുടെ മുമ്പിൽ, എൻ്റെ മുമ്പിൽ സമയഘടികാരം കാണിച്ചതാണ് അമ്മ. നെഞ്ചത്ത് ചാർത്തിയാണ്. അതായത് നമുക്കൊരു ഒരു നെഞ്ച് മുഴുവനും ഒരു 3/4 ഭാഗം നിറഞ്ഞു നിൽക്കുന്ന ചെറിയതൊന്നുമല്ല, വാച്ച് പോലെയല്ല, ഒരു ടൈം പീസിനേക്കാൾ വലിയ വിസ്താരവും വ്യാസമുള്ളതാണ് അമ്മ കാണിച്ച സമയഘടികാരം. ഞാൻ ഈ കാഴ്ച കണ്ട കാലം മുതലെല്ലാം സമയത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കും. ബൈബിൾ എപ്പോഴും പറയുന്ന ഒരു സംഭവം, ചില സമയങ്ങൾ സ്വീകാര്യമാണ്, ചില സമയങ്ങൾക്ക് എന്താ കുഴപ്പം? സ്വീകാര്യമല്ല. ഇപ്പം സ്വീകാര്യമായ സമയമുണ്ട്,
സ്വീകാര്യമല്ലാത്ത സമയമുണ്ട്. ഇപ്പം ചില സമയങ്ങൾ പ്രസാദകരമാണ്, ചില സമയങ്ങൾ പ്രസാദകരമല്ല. ഈ പ്രസാദകരമായ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു. ഇപ്പം 2 കൊറിന്ത്യസ് 2:6-2 2 കൊറിന്ത്യസ് 6:2 അവിടുന്ന് അരുളി ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ സ്വീകാര്യമായ സമയം. അപ്പം ഇങ്ങനെ ഒരു സമയമുണ്ട്, ദൈവത്തിന് സ്വീകാര്യമായ സമയം. ഇപ്പം കാനായിൽ എന്താ പറയണത്? ഇത് സ്വീകാര്യമായ സമയമല്ല എന്നാണ് പറയണത്. ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ടൈം. ഇപ്പം സ്വീകാര്യമായ സമയമല്ല ഉണ്ട്. അമ്മയുടെ കാര്യത്തിന് ശേഷം സമയമെല്ലാം സ്വീകാര്യമാകണം കാണാം. ഇപ്പം യേശു ഈ ദിവസങ്ങളിലൊക്കെ തിരുപ്പിറവിയുടെ സന്ദേശം നൽകിയപ്പോൾ അക്രൈസ്തവരായ സഹോദരങ്ങൾ പോലും അവരുടെ ടി വികളിലെല്ലാം പറഞ്ഞത്, ക്രിസ്മസ് മെസ്സേജിന് പറയണത് ക്രിസ്തു കാലത്തെ 2 ഭാഗിച്ചു എന്നാണ്. കാലത്തെ 2 ഭാഗിച്ചു, ചരിത്രത്തെ ക്രിസ്തു 2 ഭാഗിച്ചു. ഞാൻ ആ സമയത്ത് അതൊക്കെ കേട്ടുകൊണ്ട് കട്ടിലെ കിടക്കുമ്പോൾ ഞാൻ വിചാരിച്ചത്, അമ്മയും സമയത്തെ 2 ഭാഗിച്ചിട്ടുണ്ട്. എന്താ കാര്യം? സ്വീകാര്യമല്ലാത്ത സമയവും സ്വീകാര്യമായ സമയവും ഉണ്ടായി. കുറേ സമയം സ്വീകാര്യമല്ലാത്തതും കുറേ സമയം സ്വീകാര്യമാകാൻ സമയമുണ്ട്. അമ്മ വന്നപ്പോൾ എല്ലാ സമയത്തെയും സ്വീകാര്യമാക്കും. അമ്മ എങ്ങനെയാണ് എല്ലാ സമയത്തെയും സ്വീകാര്യമാക്കണത്? ഇപ്പം നിനക്ക് വീടില്ല, നിൻ്റെ വിവാഹം ഒക്കണില്ല, നിനക്ക് രോഗമാണ്, ഇപ്പം നിനക്ക് മരുന്ന് ഏക്കണില്ല എന്നൊക്കെ നമുക്ക് ഓരോ സ്വീകാര്യമല്ലാത്ത കുറേ നെഗറ്റീവ്സ് വരും. ഇപ്പം ഇല്ല എന്ന് പറയണമല്ലോ സ്വീകാര്യമല്ലാത്ത സമയമെന്ന് പറയണത്. അവർക്ക് വീഞ്ഞില്ല, ദാറ്റ് മീൻസ് അത് സ്വീകാര്യമല്ലാത്തൊരു സമയമാണ്. അതുപോലെ ഇല്ലായ്മ കുറേ ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ചയിൽ സുവിശേഷത്തിൽ പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞത്? അവർക്ക് വീഞ്ഞില്ല, അവർക്ക് സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ല, ഇങ്ങനെ കുറേ ഇല്ലായ്മയുടെ കാലമാണ് സ്വീകാര്യമല്ലാത്ത സമയം. നെഗറ്റീവ് ടൈംസ് വരും. നമ്മൾ ചില ലക്ഷണം പറയുന്ന ആൾക്കാരെ പോലെ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ച് പറയുകയല്ല. സുവിശേഷത്തിൻ്റെ പ്രസാദാത്മകമായ സമയമുണ്ട്. ശ്രുതികട പ്രിയമുള്ളവരെ, ഐസയ്യ 49:8 കർത്താവ് അരുളി ചെയ്യുന്നു, പ്രസാദകരമായ കാലത്ത് നിനക്ക് ഞാൻ ഉത്തരമരുളി, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. അങ്ങനൊരു കാലമുണ്ട്. ഐസയ്യ 49:8 കർത്താവ് അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി. അപ്പം പ്രസാദപരമായ കാലമുണ്ട്. ഇത് തന്നെയാണ് 2 കൊറിന്ത്യസിൻ്റെ 6:2 നമ്മൾ വായിച്ചത്. എന്താ വായിച്ചത്? സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളി. ഇപ്പം 2 സമയം വന്ന കണ്ടില്ലേ? എന്താണ്? ഒന്ന് പ്രസാദകാലം, രണ്ടാമത്തത് സ്വീകാര്യമായ കാലം. അപ്പോഴേ എന്താണ് ഈ പ്രസാദകാലമെന്ന് പറയണത്? അത് പ്രസാദകാലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രസാദിക്കാത്ത കാലമുണ്ട്. ഐസയുടെ കാലത്ത്, എലീഷയുടെ കാലത്ത്, ഏലിയായുടെ കാലത്ത് സ്വർഗം അടച്ചു കളഞ്ഞില്ലേ? 3 വർഷം മുഴുവനും സ്വർഗം അടച്ചു. അത് പ്രസാദകാലമല്ല. ജനങ്ങളുടെ പാപം പെരുകിയപ്പോഴാണ് സ്വർഗം അടച്ചത്. അതിനിപ്പോൾ ഐസയ്യ 49:8 പറയണത് എന്താ പറയണത്? കർത്താവ് അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്കുത്തരമരുളി, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. സി, അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, അപ്പം നീ ഓർക്കും, ഓ ശരി, അച്ഛൻ പറഞ്ഞത് ശരി. ഇപ്പം എൻ്റെയൊക്കെ പ്രാർത്ഥന ഒന്നും കേൾക്കാത്തതിൻ്റെ കാരണം സ്വീകാര്യമായ സമയം അല്ലാത്തത് കൊണ്ടായിരിക്കും.
അച്ഛൻ പറഞ്ഞു ശരി, എൻ്റെ ഈ രോഗം ഇപ്പോൾ വിട്ടു മാറാത്തതിൻ്റെ കാരണം, എൻ്റെ കല്യാണം നടക്കാത്തതിൻ്റെ കാരണം, എനിക്ക് കുട്ടി ഉണ്ടാവാത്തതിൻ്റെ കാരണം ഇത് പ്രസാദകരമായ കാലമല്ലാത്തതായിരിക്കും. അവിടെയാണ് പ്രശ്നം. ഇത് അമ്മയ്ക്ക് മുമ്പ് എഴുതിയ സുവിശേഷ ഭാഗങ്ങളാണ്. അമ്മയുടെ കാലത്തോട് ഇത് അവസാനിക്കുകയാണെന്നാണ് സുവിശേഷം പറയണത്. ഈ വചനഭാഗങ്ങളെല്ലാം ഏതാണ്? അമ്മയ്ക്ക് മുമ്പ് എഴുതപ്പെട്ടതാണ്. അമ്മയുടെ കാലമത്തോടു കൂടി ആദ്യത്തെ അടയാളം കാണിക്കാൻ പോവുകയാണ് ഈശോ. എൻ്റെ ദൈവപൈതലേ, ഇനി ഭൂമിയെ ഒരു പ്രളയം കൊണ്ട് ഞാൻ നശിപ്പിക്കുകയില്ലെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവ് ഇപ്പോൾ വചനം മാംസമായി കാനായിലെ കല്യാണ കുടുംബത്തിൽ നിൽക്കുമ്പോഴാണ് അവിടെ വീണ്ടും ഒരു വിഷയം. എന്താ വിഷയം? അവിടെ വീഞ്ഞ് തീർന്നു പോകുന്നു, അവർക്ക് സങ്കടകാലം വരാൻ പോകുന്നു. എന്താ സംഭവം? ഈ വിഷയത്തിൽ അമ്മ ഇടപെടുത്ത് പെടുന്നത് എന്താണ്? പ്രസാദകരമായ കാലത്ത്, പ്രസാദകരമല്ലാത്തൊരു കാലം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സ്വീകാര്യമല്ലാത്ത ഒരു കാലം. എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലെന്ന് യോഹന്നാൻ 2:3 പറയുമ്പോൾ സ്വീകാര്യമല്ലാത്തൊരു സമയമാണ്. കാര്യം എന്താണ്? നേരത്തെ ആയിപ്പോയി. അപ്പോൾ വൈകിപ്പോയാലും സ്വീകാര്യമല്ലാതെ വരും, നേരത്തെ ആയാലും സ്വീകാര്യമല്ലാതെ വരും. പക്ഷേ പരിശുദ്ധമ്മ മധ്യസ്ഥനുണ്ടെങ്കിൽ ഏത് സ്വീകാര്യമല്ലാത്ത സമയത്തെയും സ്വീകാര്യമാക്കുകയും ഏത് പ്രസാദകരമല്ലാത്ത സാഹചര്യത്തെ പ്രസാദകരമാക്കുകയും ചെയ്യുന്നത് മറിയത്തിൻ്റെ മധ്യസ്ഥമാണ്. ശ്രുതികട്ടെ, ശ്രുതികട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. കർത്താവേ, അമ്മയുടെ മാധ്യസ്ഥ ഉടമ്പടി ഓരോ മകനെയും മകളുടെയും ജീവിതത്തിലെ സമയബന്ധിതമായ ഇടപെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ. കർത്താവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ ലൈവായി കണ്ട് പ്രാർത്ഥിക്കുന്ന നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, ഈ വചന പ്രഘോഷണം നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം. അതായത് എപ്പോഴും കൃപാസനം നിങ്ങൾക്ക് നൽകുന്നത് ഹൗ ടു ഡു ഇറ്റ്, വാട്ട് ഈസ് ദ നോ ഹൗ ഓഫ് ഗെറ്റിംഗ് ഗ്രേസ്. ആ രീതിയിലാണ് ഈ വചനം ധ്യാനിച്ച് പോകണം. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കണത്, അങ്ങനെ ധ്യാനിക്കണത്, അങ്ങനെ നിങ്ങൾക്ക് തരണത്. അതായത് ഇപ്പോൾ അസ്വീകാര്യമായ സമയമുണ്ട്, പ്രസാദാത്മകമായ സമയമുണ്ട്. പക്ഷേ നോ ടെൻഷൻ, നമ്മൾ ടെൻഷൻ അടിക്കത്തില്ല. എന്താ കാര്യം? നമുക്കൊരു മരിയൻ വേ ഉണ്ട്. ഇപ്പം ഞാൻ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഓർക്കരുത് കർത്താവിൻ്റെ ഒപ്പം ഞാൻ പാരലായിട്ട് അമ്മയെ കൊണ്ടുവരികയാണ്. നോ, നെവർ നോട്ട്, ഒരിക്കലുമില്ല. എന്താണ് അമ്മ അവിടെ ഈ സ്വീകാര്യമായ അല്ലാത്ത സമയത്തെ സ്വീകാര്യമാക്കുന്നതിന് അമ്മ ഉപയോഗിച്ച ടെക്നിക്ക് എന്താണെന്ന് നിങ്ങൾ അറിയണം. അത് പരിശുദ്ധാത്മാവിൻ്റെ അനന്ത ജ്ഞാനത്തിൽ നിന്ന് കിട്ടുന്ന ടെക്നിക്കാണ്. എന്താണ് പരിശുദ്ധ അമ്മ പ്രസാദകരമല്ലാത്ത ഒരു സമയത്തെ പ്രസാദകരമാക്കാൻ അമ്മ എന്താണ് ചെയ്യണതെന്ന് നിങ്ങൾ അറിയണം. അല്ലാതെ യേശുവിനെ പാരലായിട്ട് ഒരു സഖരക്ഷകയായിട്ട് പോലും അല്ല ഞാൻ അമ്മയെ അവതരിപ്പിക്കുന്നത്. മറിച്ച് ഒരുപക്ഷെ ഒരു കാലത്ത് സഭ അത് തിരിച്ചറിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥനയിൽ സഭ പുരോഗമിക്കുമ്പോൾ അങ്ങനെയുള്ള സത്യങ്ങൾ ദൈവം സഭയ്ക്ക് വെളിപ്പെടുത്തുമായിരിക്കും. പക്ഷേ ഞാനിവിടെ പറയുന്ന വിഷയം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ സ്വീകാര്യമായ സമയം അല്ലാത്ത സമയം വരും. പക്ഷേ നിങ്ങളെ പതറരുത്, അതാണ് എൻ്റെ പ്രശ്നം. നമ്മുടെ ജീവിതത്തിലെ ഇത് പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ ഈശോയുടെ വചനം പോലെ, എന്താണ് കർത്താവിൻ്റെ വചനം പോലെ ചിലപ്പോൾ പ്രസാദകരമല്ലാത്ത സമയം വരും. ഈ പ്രസാദകരമല്ലാത്ത സമയത്തെ എങ്ങനെ പ്രസാദകരമാക്കാം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ സ്വീകാര്യമല്ലാത്ത സമയത്തെ എങ്ങനെ സ്വീകാര്യമാക്കാൻ? സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആരെയാണ് അതിനെന്ത് ചെയ്യണം? ആരെയാണ് ദൈവം പ്രസാദിക്കണമെന്ന് അറിഞ്ഞാൽ മതി. ഇപ്പം പ്രസാദകരമല്ലാത്തൊരു സമയത്ത് ഇപ്പം നിൻ്റെ കുടുംബത്തിന് ഇത് ചെറിയ പ്രയത്നത്തിന് കാര്യം ഞാൻ നിങ്ങൾക്ക് പറയുമ്പോൾ നമ്മുടെ വിജാതി സഹോദരങ്ങളെ, മറ്റ് വിശ്വാസങ്ങളുള്ള സഹോദരങ്ങളെ സമയത്തെക്കുറിച്ച് പറയുന്ന പോലെ നിങ്ങൾ ചിന്തിച്ചു പോകും. അങ്ങനെ ചിന്തിക്കരുത്, അതല്ല പ്രശ്നം. ദൈവം സ്വീകരിക്കുന്ന സമയമുണ്ട്, ദൈവം സ്വീകരിക്കാത്ത സമയമുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഈശോയുടെ ദൈവരാജ്യത്തിൻ്റെ പുനരുദ്ഘാടനത്തിന് ശേഷം
അതിൻ്റെ അടയാളമായിട്ട് ഈശോയുടെ മഹത്വം വെളിപ്പെടുന്ന ആദ്യത്തെ അടയാളമായ കാനായിലെ കല്യാണത്തിൽ നടന്ന അത്ഭുതത്തിന് ശേഷം നമുക്ക് പറയാം, സ്വീകാര്യമല്ലാത്ത സമയത്തെ അമ്മ സ്വീകാര്യമാക്കും, പ്രസാദകരമല്ലാത്ത സമയത്ത് കുടുംബത്തിലുണ്ടെങ്കിൽ അമ്മ പ്രസാദകരമാക്കും. അതെങ്ങനെയാണ് ആക്കണമെന്നറിയണം. അല്ലാതെ അച്ഛൻ അമ്മയുടെ ഒപ്പം കൊണ്ടോ ഈശോയുടെ ഒപ്പം കൊണ്ടൊന്ന് അമ്മയെ പ്രതിഷ്ഠിച്ചെന്നല്ല പറയേണ്ടത്. അതെങ്ങനെയാണ് ആക്കണത്, അതിന് അമ്മ എന്താണ് ചെയ്തത്, അമ്മ എന്താ ചെയ്തത്? നമുക്കറിയാം, ദൈവതിരുസ്ഥനി ഒരു വ്യക്തി പ്രസാദകരമാകണത് എങ്ങനെയാണ്. എക്സോർവൈ ഞാനല്ലെങ്കിൽ നിങ്ങൾ, ദൈവതിരുസന്നിധിയിൽ ഒരു വ്യക്തി പ്രസാദകരമാകണത്, ദൈവത്തിന് പ്രിയപ്പെട്ടതാകണത് എങ്ങനെയാണ്?